ബന്ദിയോട് ഷിറിയ ബത്തേരിയിൽ വീടിന് തീപിടിച്ച് വൻ നാശനഷ്ടം. തീപിടുത്തത്തിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. 4 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. ബന്ദിയോട് ഷിറിയ ബത്തേരിയിലെ ഖദീജയുടെ ഉടമസ്ഥതയിലുള്ള വീടിന് തീപിടിച്ചാണ് വൻ നാശനഷ്ടമുണ്ടായത്. തീപിടുത്തത്തിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ പരിശ്രമത്തിലാണ് തീ അണക്കുവാൻ സാധിച്ചത്. തീപിടുത്തമുണ്ടായ സമയത്ത് താമസക്കാരായ ആയിഷയും മകളും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അത്ഭുതകരമായാണ് രണ്ടുപേരും അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത്. 4 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് അംഗങ്ങളും വീട് സന്ദർശിച്ചു. റെയിൽവേ അണ്ടർപാസ് ഇല്ലാത്തത് ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള യാത്രാ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിനാൽ തന്നെ തീപിടുത്തമുണ്ടായ വീട്ടിലുള്ളവരുൾപ്പെടെ പ്രദേശവാസികൾ ഇവിടെ റെയിൽവേ അണ്ടർപാസിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. വീടിന് തീപിടുത്തമുണ്ടായപ്പോൾ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചുവെങ്കിലും നയബസാറിൽ നിന്നും പുറപ്പെട്ട ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് വണ്ടി മുട്ടം ഗേറ്റിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു. ട്രെയിൻ പോയി ഫയർവാഹനം എത്തുമ്പോഴേക്കും വീട് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. ഈ സംഭവത്തിൽ നിന്നും തങ്ങൾ നേരിടുന്ന യാത്രാ പ്രശ്നത്തിന്റെ ഗൗരവം ഇനിയെങ്കിലും അധികൃതർ മനസ്സിലാക്കണമെന്നും വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഇന്നലെ ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ഒരു വീട് കത്തി. ഈ കത്തിയപ്പോൾ കെടുത്താൻ വേണ്ടിയിട്ട് വിളിച്ച് ഫയർഫോഴ്സ് വന്നപ്പോൾ ഗേറ്റിൽ ഒരു 10 മിനിറ്റ് ലേറ്റായി. ഗേറ്റിൽ 10 മിനിറ്റ് ലേറ്റായത് കൊണ്ട് പകുതി പോരെ കത്തി. ഇതിനെ അന്വേഷിക്കാനോ പറയാനോ ഇതുവരെയും ഒരു ജനപ്രതിനിധികൾ അവിടെ വന്നിട്ടില്ല. അവർക്ക് ജനങ്ങൾ ആവശ്യമില്ല. അവർക്ക് ആവശ്യം എന്തിൻ്റെന്ന് പറഞ്ഞെങ്കിൽ വലിയ വലിയ ആൾക്കാരാണ്. പിന്നെ സെൽഫി എടുത്തിട്ടും ഒന്നായിട്ട് ഇരുന്നിട്ട് ഫോട്ടോ എടുത്തിട്ടും നാട് അറിയിക്കലാണ്. പ്രവർത്തനം കൊണ്ട് ഇവിടെ ആവശ്യമില്ല. പിന്നെ ഒരു സംഗതി എന്തെന്ന് പറഞ്ഞെങ്കിൽ ഗബ്ബർ സിംഗ് ആയക എന്ന് പറയുന്ന പോലെ മറ്റേ BJP-നെ വരുമെന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ട് വോട്ട് കിട്ടുന്നു. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലേക്ക് മൊത്തത്തിലൊരു ബുദ്ധിമുട്ടുള്ള, മുന്നോട്ട് പോകാൻ കഴിയാതെ, ഒരു പ്രവർത്തനം നടക്കാതെ പോകുന്ന ഒരു സ്ഥലമായിട്ട് മാറി ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ വേണ്ടി അന്വേഷിച്ചിട്ട് വേണ്ട നടപടിയെടുക്കാൻ ഇപ്പോൾ ഇതുവരെയും ഒരാളും വരാതതിൻ്റെ അർത്ഥം എന്ത്? ഈ കത്തിയ പോരെ നോക്കാൻ വരാതെ എന്തേ? ഒരു ജനപ്രതിനിധി വരാതെ എന്തേ? എന്തുകൊണ്ട് വന്നില്ല? പകുതി പോരെ കത്തീനി ആരും വന്നിട്ടേ ഇല്ല. ഇതുവരെയും 24 മണിക്കൂറായി. എന്തുകൊണ്ട് വരാതെന്ന്? കാരണം അവർക്ക് ആവശ്യമില്ല. സാധാരണക്കാർ അവർക്ക് ആവശ്യമില്ല. അത് വേറെ ഒരു നല്ല ഒരു ആൾക്കാരെ അറിയപ്പെടുന്ന ഒരാളെ പേരെ കത്തിനെങ്കിൽ എല്ലാവരും വന്നിട്ട് ഇപ്പോൾ എത്തടിഞ്ഞു. അപ്പോൾ സാധുക്കളായിട്ട് ബന്ധമില്ലാതെ ഒരു രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ തീർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിന് വേണ്ട നടപടിയും, മേൽപ്പാലത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വാദിച്ച 4 വർഷമായി ഞാൻ ഈ ഗ്രാമവികസന സമിതി ചെയർമാൻ എന്ന് പറയുന്ന നിലയിൽ 4 വർഷമായി ഇതിൻ്റെ പിന്നിൽ കൂടുന്നത്. ഒരാൾ നോക്കാൻ പോലും ഇതുവരെ വന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.